ഇന്ത്യൻ സിനിമയ്ക്കകത്ത് മാത്രം ഇപ്പോൾ കാഴ്ചകളെയൊന്നും ഒതുക്കി നിർത്താതെ സിനിമ എന്ന് പറയുന്നൊരു വിശാല ലോകത്ത് ചിന്തകളെ തുറന്നു വിടാറുള്ളൊരു ചലച്ചിത്രകാരൻ. ഭാഷയുടെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് ഏതൊരു പ്രേക്ഷകനും സ്വീകാര്യമാകുന്ന വിഷയങ്ങളെയാണ് സിനിമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, ഈ ഭാഷയും ഈ ദേശവും ഒക്കെ കടന്നിട്ട് ശ്യാമപ്രസാദ് എന്നൊരു സംവിധായകൻ്റെ ഈ ചലച്ചിത്ര സങ്കല്പങ്ങളെ കൊണ്ടെത്തിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, സുധി പറഞ്ഞ പ്രസ്താവനയ്ക്ക് ഒരു വിരുദ്ധമായിട്ടാണ് സത്യം നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഇന്ന് ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞൊരു 5 വർഷം മുമ്പ് വരെയെങ്കിലും ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്നത് അത്രയൊന്നും സക്സസ്ഫുൾ അല്ലാത്ത ഒരു ദേശത്തെ സിനിമകളായിരുന്നു. ഇറാനിയൻ ചിത്രങ്ങളാണ്. ഇറാനിയൻ ഭാഷയിലുള്ള ഏറെക്കുറെ ലോകത്തിലെ ഒരു വലിയ മേഖലയ്ക്കും അപരിചിതമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങളെ കാണിച്ചുകൊണ്ടുള്ള സിനിമകളാണ്. പക്ഷെ അതാണ് ലോകം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്ത സിനിമകൾ. അതെന്തുകൊണ്ടാണ്? അവർ ജീവിതത്തിൻ്റെ സത്യത്തെ വളരെ ചാരുതയോടുകൂടി നമുക്ക് മുമ്പിൽ എത്തിച്ചു, ആത്മാർത്ഥതയോടുകൂടി എത്തിച്ചു. ഇറാനിയൻ സിനിമയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ധാരാളം റെസ്ട്രിക്ഷൻസോടുകൂടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരു കാര്യവും അവർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പല കഥകളും അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. പല വിധത്തിലുള്ള പ്രഷറിനും ഇടയിൽ നിന്നുകൊണ്ട് അവർ ചെയ്ത സിനിമകൾ, അതിൻ്റെ കലാപരമായിട്ടുള്ള ഔന്നത്യം കൊണ്ട്, അത് ജീവിതത്തിലെ സത്യത്തെ തിരിച്ചറിഞ്ഞ് കാണിച്ചത് കൊണ്ട് അത് ഏറ്റവും മുൻപന്തിയിലെത്തി. അപ്പോൾ ഇതിൽ ഭാഷയോ അല്ലെങ്കിൽ ഇതിൻ്റെ വിപണന സാധ്യതകളെയൊക്കെ പ്രധാനമല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനേക്കാളുമൊക്കെ പ്രധാനം അതിൻ്റെ എല്ലാ മനുഷ്യരിലേക്കും കണക്ട് ചെയ്യാൻ കഴിയുന്ന സാർവകാലികമായിട്ടുള്ള സാർവദേശീയമായിട്ടുള്ള അതിൻ്റെ ക്വാളിറ്റിയാണ്. എൻ്റെ സിനിമകൾക്ക് ആ ഒരു തലത്തിൽ എത്തിച്ചേരാൻ പറ്റാത്തതിൻ്റെ കാരണം ഒരു പക്ഷേ അതിൻ്റെ പരിമിതികളായിരിക്കും, അതിൻ്റെ കലാപരമായിട്ടുള്ള അതിൻ്റെ പോരായ്മകളായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയപരമായിട്ടുള്ള അതിൻ്റെ പോരായ്മകളായിരിക്കും. അപ്പോൾ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അത് തിരിച്ചറിയുന്നതിന് പകരം ഞാൻ ഹിന്ദിയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പോയിട്ടോ സിനിമ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. എൻ്റെ സിനിമ എൻ്റെ മനസ്സിനെ, എൻ്റെ വികാരങ്ങളെ ഏറ്റവും ശക്തിമത്തായി, ഒട്ടും ചോർച്ചയില്ലാതെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സംവേദനക്ഷമമാവുമ്പോഴേ ഞാനൊരു നല്ല ഫിലിം മേക്കർ ആവുന്നുള്ളൂ. അപ്പോൾ അതിലേക്കുള്ള പ്രോസസ്സിലാണ് ഞാൻ. അത് എത്തിച്ചേരാൻ ഇനിയും സമയമെടുക്കുമായിരിക്കും. സംവിധായകൻ തന്നെ തിരക്കഥാകൃത്താവുക, മറ്റൊരു വശം കൊടുക്കുമ്പോൾ മറ്റൊരു തിരക്കഥാകൃത്തിൻ്റെ രചനയെ പൂർത്തിയാക്കുക. ശ്യാമപ്രസാദ് എന്ന ഒരു സംവിധായകന് ഏറ്റവും സൗകര്യവും യോജിപ്പും ഇതിലേത് രീതിയോടാണ്? ഇതിലൊന്നും ആബ്സല്യൂട്ടായിട്ടൊരു പൊസിഷനൊന്നുമില്ല. സിനിമയെ വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് കാണാം. സിനിമയെ വളരെ ഒരു ഇൻഡിവിജ്വൽ സെൽഫ് എക്സ്പ്രഷൻ്റെ ഭാഗമായി കാണാം. ഒരു പ്യൂർലി എസ്തറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനായിട്ട് ചെയ്യുന്ന കാണാം. ഇതെല്ലാം ഓരോ ഫിലിം മേക്കറുടെയും ചോയ്സാണ്. അതുപോലെ തന്നെ ഫിലിം എന്നുള്ളത് കുറേ നല്ല എലമെൻസിനെ സംഘടിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള എൻ്റർടൈൻമെൻറ്റ് റിക്വയർമെൻറ്റ്സിനെ പ്ലീസ് ചെയ്യുന്ന തരത്തിലുള്ള പാക്കേജിങ് ആവാം. അതല്ലാതെ ഒരു കഥ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയാൻ ശ്രമിക്കുന്നൊരു എഫേർട്ടാവാം. ഇതെല്ലാം പോസിബിളാണ്. ഒന്നിനും ഞാൻ നെഗറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടം, എൻ്റെ സിനിമ പക്ഷേ എൻ്റെ ഒരു ഇഷ്ടം എൻ്റെ സിനിമ എൻ്റെ ഓഥർഷിപ്പിലായിരിക്കണം എന്നുള്ളതാണ്. ആ ഓഥർഷിപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ രചിച്ച സിനിമ എന്ന് പറയുന്നത് ഞാൻ കൈകൊണ്ട് എഴുതിയ ഡയലോഗ് സ്ക്രിപ്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല. ആ സിനിമയുടെ ഓരോ ഘടകവും എൻ്റെ ചിന്തയുടെയും എൻ്റെ ഭാവനയുടെയും ഞാൻ കണ്ട ഒരു ലോകത്തിൻ്റെയും ചിത്രീകരണമായിരിക്കണം. അപ്പോൾ അതിലേക്ക് മറ്റു പല എലമെൻസും വന്ന് ചേരാം. ഉദാഹരണത്തിന് അത് ഇൻസ്പയർ ചെയ്യുന്നൊരു കഥയോ നോവലോ നാടകമോ ഉണ്ടാവാം. അതിനകത്ത് എഴുത്തുകാരായ ആളുകളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവാം. അതിനകത്ത് വിഷ്വലൈസിങ്, ഡിസൈനിങ് ആയിട്ടുള്ള ആളുകളുടെ സഹായം ഉണ്ടാവാം. പക്ഷേ അൾട്ടിമേറ്റ്ലി എവറിത്തിങ് പോയിൻറ്റ്സ് ടു വൺ എയിം, വിച്ച് ഈസ് മീ ആസ് ദ ഓഥർ ഓഫ് ദ ഫിലിം. അല്ലേ? അതൊരു എന്താ പറയുക, ഒരു പവറിൻ്റെ ഒരു ഗെയിം അല്ല അത്. ഇത് ബേസിക്കലി സിനിമയെ എന്നെ സംബന്ധിച്ചിടത്തോളം മീനിങ് ഫുൾ ആക്കുന്ന ഒരേ ഒരു വഴിയാണത്. ഒരു കോർഡിനേറ്റർ എന്നുള്ള രീതിയിലുള്ളൊരു ഫിലിം മേക്കറായിട്ടല്ല എന്നെ കാണാൻ ഇഷ്ടം, ഒരു ക്രിയേറ്റർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ നോവലുകളായാലും നാടകമായാലും ഞാൻ എടുക്കുന്ന കഥകളെല്ലാം
എനിക്ക് കൂടി പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കഥകൾ സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ ഞാൻ എന്നെയോ എനിക്ക് ചുറ്റുമുള്ളവരെയോ അവരുടെ അനുഭവങ്ങളെയോ അതിനകത്ത് കാണുന്നു. അതുകൊണ്ടാണ് ആ കഥ എടുക്കുന്നത്. സോ എന്നെ സംബന്ധിച്ചോളം ഞാൻ അതിൻ്റെ ഓഥർ ആവാതെ വയ്യ. മറ്റൊരാളാണ് ചിലപ്പോഴൊക്കെ എഴുതിയതെങ്കിലും അത് ഒരു ഇന്നവിറ്റബിളായിട്ടുള്ള ഒഴിവാക്കാനാവാത്തൊരു പൊസിഷനാണ് എന്നെ സംബന്ധിച്ചോളം. എൻ്റെ ഒരു ഓഥർഷിപ്പ് ഇല്ലാതെ ഒരു സിനിമ ഉണ്ടാവാൻ എനിക്ക് താല്പര്യമില്ല. നോവലിനെ അടിസ്ഥാനമാക്കി സിനിമ തീർക്കാനുള്ളൊരു ശ്രമമാണ് പലപ്പോഴും നടത്തിയിട്ടുള്ളത്. ഒന്നുമില്ലാത്ത ഒരിടത്തു നിന്ന് കഥ തേടാതെ ഈ നോവലുകളെ ആശ്രയിക്കുന്നതിൻ്റെ ഒരു ഗുണം കാരണം എന്താണത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മാത്രമാണ് വഴി എന്നൊരിക്കലും പറയാൻ പറ്റില്ല. പലരും പല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റോറി ടെല്ലിംഗ് അല്ല ഫിലിം. ഒരു കഥ ഉണ്ടാക്കുന്ന ആളോ ഈവൻ കഥ പറയുന്ന ആളോ പോലുമല്ല ഫിലിം മേക്കർ വാസ്തവത്തിൽ ആ കഥയുടെ ഇന്ദ്രിയ അനുഭൂതിപരമായിട്ടുള്ള ലോകം കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും അനുഭൂതി കൊണ്ടും ഒക്കെ സ്വയം എക്സ്പീരിയൻസ് ചെയ്യാവുന്നൊരു ലോകം ഉണ്ടാക്കിയെടുക്കുന്ന ആളാണ് ഫിലിം മേക്കർ. അല്ലാതെ കഥ എഴുതി ഉണ്ടാക്കിയെടുക്കുന്നതിലല്ല അയാളുടെ സ്കില്ല്, അല്ലെങ്കിൽ ഒരു കഥയെ ക്രമാനുഗതമായി നറേറ്റ് ചെയ്യുന്നതല്ല എൻ്റെ സ്കില്ല് എന്നെനിക്ക് തോന്നുന്നു. ക്യാമറയിലൂടെയും സൗണ്ടിലൂടെയും എഡിറ്റിങ്ങിലൂടെയും ഒരു അനുഭവ ലോകം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്കില്ലിൽ ഞാൻ പരമാവധി ഫോക്കസ് ചെയ്യുകയും അതിലേക്ക് വേണ്ട ടൂളുകളായി മാത്രം ഞാൻ കഥയെയും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ സ്വീകരിക്കുന്ന കഥ അതിൻ്റെ എല്ലാ ഘടകങ്ങളും വാസ്തവത്തിൽ എൻ്റെ കൂടി ചിന്തയുടെയും അനുഭവങ്ങളുടെയും റിഫ്ലക്ഷൻസാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള പരിമിതിയാണ്. യാത്രകൾ ശ്യാമപ്രസാദ് എന്ന ചലച്ചിത്രകാരന് വ്യക്തിക്ക് നൽകിയ അനുഭവങ്ങൾ എന്തായിരുന്നു? ടു ബി ഫ്രാങ്ക്, നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെയും, ഫിലിം മേക്കേഴ്സ് മാത്രമല്ല, പെയിൻറ്ററായാലും മ്യൂസിഷ്യനായാലും, നമ്മളുടെ എല്ലാം ഒരു വലിയ ദൗർഭാഗ്യം നമുക്ക് യഥാർത്ഥ അനുഭവങ്ങളിലൂടെ ഇന്നത്തെ ജീവിതത്തിൽ കടന്നു പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം പണ്ട് കാലത്തെ അയാളുടെ ഒരു യൗവനം കഴിഞ്ഞൊരു മധ്യവയസ്കൊക്കെ ആകുമ്പോഴേക്കും ജീവിതത്തിൽ ഒരുപാട് നിർണായകമായിട്ടുള്ള സന്ധികളിലൂടെ അയാൾക്ക് കടന്നു പോകേണ്ടി വരും. കാരണം ആ സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുടെയൊക്കെ സമ്മർദ്ദം വളരെയധികമാണ്. പല വിദൂര യാത്രകൾ ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ ഇന്നത്തെ ഒരു ആവറേജ് ഒരു സാധാരണ ഒരു ക്രിയേറ്റർക്ക് അയാളുടെ മുമ്പിൽ ഈ അനുഭവങ്ങളുടെ ലോകം പരിമിതമാണ്, ആ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട്. അപ്പോൾ ഈ യാത്രകളിലൂടെയും വായനകളിലൂടെയും കാഴ്ചകളിലൂടെയൊക്കെ റീക്രിയേറ്റ് ചെയ്തായിട്ടുണ്ട് ഈ അനുഭവങ്ങൾ. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഞാൻ യാത്രകളെ കാണുന്നത്, യാത്രകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മൊത്തം ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ എന്നെ ഞടുക്കിയ ഒരു അനുഭവം, അല്ലെങ്കിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു അനുഭവം എന്നൊക്കെ വിളിക്കുന്നതിനേക്കാളും ഞാൻ കണ്ടിട്ടുള്ള നിരവധി മുഖങ്ങൾ, ചെറിയ ചെറിയ സംഭവങ്ങൾ, കാഴ്ചകൾ, കേട്ട വാക്കുകൾ, അനുഭവിച്ച എന്താ പറയുക നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങൾ, ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് ഒരു അനുഭവ ലോകം. അല്ലാതെ കലയിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു ഇഫക്റ്റിന് വേണ്ടിയല്ല ഞാൻ ശ്രമിക്കുന്നത്. നല്ല കലയിൽ എനിക്ക് വേണ്ടത്, ഞാൻ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് ആ റെയറായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടല്ലോ, ആ സത്യത്തിൻ്റെ, നമുക്കറിയാം ഇത് തന്നെയാണത്, ഇതിന് തൊട്ടടുത്ത് എവിടെയോ ആണ്, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കലയിൽ നിന്ന് ആഗ്രഹം. അല്ലാതെ ഒരു സ്റ്റാർട്ട്ലിംഗ് ആയിട്ടുള്ളൊരു ഇഫക്റ്റ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങളെല്ലാം എൻ്റെ കഥാപാത്രങ്ങളിലും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്കും അത് സ്ലോലി അതങ്ങ് പടർന്ന് കയറുകയാണ്. അല്ലാതെ ആ അനുഭവത്തെ ഒരു സിനിമയാക്കി കളയാം ഒരിക്കലും ചിന്തയുണ്ടായിട്ടില്ല. ജീവിതത്തിൻ്റെ മറയില്ലാത്ത സന്ദർഭങ്ങളൊക്കെയാണ് പലപ്പോഴും താങ്കളുടെ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. എന്താണ് ഒരു വ്യക്തി എന്ന നിലയിൽ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥനാക്കാറുള്ളത്? മനുഷ്യൻ സ്നേഹത്തെ നേരിടുന്നത് തന്നെയാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേത് ജീവിയേക്കാളും മനുഷ്യനിന്ന് ജീവിക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും കുഴപ്പം പിടിച്ച, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് സ്നേഹം. അത് വാസ്തവത്തിൽ മറ്റു ജീവികൾക്കൊക്കെ സ്വാഭാവികമായി അവർ ജീവിക്കാൻ വേണ്ടി തേടുന്ന, അല്ലെങ്കിൽ ഒരു ഇണതേരാനും ഒരു സന്തതി ഉണ്ടാക്കാനും വേണ്ടി മാത്രമുണ്ടാവുന്ന റിലേഷൻഷിപ്പുകൾക്കപ്പുറം മനുഷ്യജീവി
ഈ സ്നേഹത്തിൻ്റെ ഒരു വലിയ വികാര പ്രപഞ്ചം തന്നെ ഈ ലോകത്തുണ്ടായിരിക്കുന്നു അല്ലേ? ഞാൻ പറഞ്ഞ സ്ത്രീ പുരുഷ ബന്ധം എന്നുള്ളത് മാത്രമല്ല, മറ്റെല്ലാ ബന്ധങ്ങളിലും ഉള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മുടെ എല്ലാ കവിതകളും കാവ്യങ്ങളും എല്ലാം പാടുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഒരു കുഴപ്പം പിടിച്ച ഒരു വലിയ ഒരു 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 ഡീപ്പായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. ഇത് തന്നെയാണ് എന്നെ ആകർഷിക്കുന്നത്. എന്താണതിൽ മനുഷ്യൻ ഒരു മീനിങ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്? ഇതിൻ്റെ സത്യം എന്താണ്? ഇതിലൂടെ ഉണ്ടാവുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ എന്ന് വെച്ചാൽ വളരെ ഒരു 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 ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ രീതിയിലല്ലാതെ സന്ദേഹങ്ങളോടുകൂടി തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്ന കഥകളാണ് എനിക്കിഷ്ടം. പക്ഷേ അതിൽ തന്നെയും എന്നെ യഥാർത്ഥത്തിൽ ഞാൻ കാണുമ്പോഴോ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുമ്പോഴോ എന്നെ കണ്ണ് നനയിക്കുന്ന ഒരു ഘടകം ഹ്യൂമൻ ഡിഗ്നിറ്റിയുടെ വിഷയമാണ്. മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ സ്പർശിക്കുന്ന, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാഭിമാനം തകരുന്ന ഒരു മോമെൻ്റ് ഏറ്റവും വേദനാജനകമാണ്. അതൊരു ഭിക്ഷക്കാരൻ്റെ ആത്മാഭിമാനം തകരുന്നത് പോലും നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നും. പക്ഷേ ഇന്നത്തെ നമ്മളുടെ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ വളരെ വളരെ കോമൺ ആയിരിക്കും. സോ ദിസ് ഈസ് എൻ ആസ്പെക്റ്റ് വിച്ച് ബോദേഴ്സ് മീ. നമ്മളുടെ ഹ്യൂമൻ ഡിഗ്നിറ്റിയുടെ ഫെയിലിയർ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകളിലുണ്ടാവുന്ന അകൽച്ചകൾ, വിള്ളലുകൾ, ഏകാന്തതകൾ, ഇതൊക്കെയാണ് എന്നെ ശരിക്കും ബോദർ ചെയ്യുന്ന വിഷയങ്ങൾ. ഓരോ സിനിമ എടുക്കുമ്പോഴും ഓരോ ചലച്ചിത്ര സൃഷ്ടി എടുക്കുമ്പോഴും വേർപാടുകളാണ് അതിൽ കൂടുതലും കാണാൻ പറ്റുന്നത്. ആ ബോധപൂർവം എടുക്കാറുള്ളൊരു തീരുമാനമാണ്. വേർപാടുകൾ ഒരു പക്ഷേ വേർപാടിൻ്റെയൊക്കെ ഒരു മുനമ്പത്ത് നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. എല്ലാം കളഞ്ഞ് പോയ ആൾക്കാരോ ഒരു ഗുഡ് ബൈ പറഞ്ഞ് പോയ ആൾക്കാരോ അല്ല. ഗുഡ് ബൈ പറയുന്നതിന് തൊട്ട് മുമ്പിലുള്ള മോമെൻറ്റുകളാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ളത്. പക്ഷേ അതൊരു പക്ഷേ സ്നേഹത്തിൻ്റെ തീവ്രത ബാക്കി നിൽക്കുന്നത് കൊണ്ടും ഈ കെട്ടുകൾ അഴിക്കാൻ വയ്യാത്തത് കൊണ്ടുമാണത്. അപ്പോൾ അതുകൊണ്ട് വേർപാടിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ആത്യന്തികമായി മനുഷ്യൻ ഒറ്റപ്പെട്ടവനാണെന്നും വേർപാടിനെ അവൻ നേരിട്ടേ മതിയാവൂ എന്നുള്ളൊരു ചിന്ത ഒരു പക്ഷേ ഈ കഥാപാത്രങ്ങളെല്ലാം ഉള്ളിൽ പേരുന്നുണ്ടാവാം. ഒരു റൊമാൻറ്റിക്കായ ആളാണ് ശ്യാമപ്രസാദ് എന്ന് തോന്നിപ്പോകും പലപ്പോഴും. ഓരോ ചലച്ചിത്രവും ഇപ്പോൾ അതിലെ കഥാപാത്രങ്ങളെയൊക്കെ കാണുമ്പോൾ അതിലൂടെ അങ്ങനെ തോന്നിയാൽ ആ തോന്നൽ ശരിയാണ്. മനസ്സിലായി. അത് എന്താണ് റൊമാൻറ്റിസിസം, എന്താണ് റൊമാൻറ്റിക് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതനുസരിച്ചിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ കലാസൃഷ്ടികളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചാണ്. അത് വളരെ ക്രിട്ടിക്കലാണ്. നമ്മളുടെ ഈ മനുഷ്യജീവൻ മുമ്പോട്ട് പോകുന്നതിന് കാരണം ഈ സ്നേഹമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൺസേൺഡ് ആണ്. പക്ഷേ ഒരു റൊമാൻറ്റിക് ഫിലിം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു ലവ് സ്റ്റോറി സിനിമയാക്കാൻ എനിക്ക് താല്പര്യമേ ഇല്ല. പ്രത്യേകിച്ച് ടീനേജ് ലവ് പോലുള്ള കാര്യങ്ങൾ എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അതിനകത്തുള്ള മറ്റ് ഷെയ്ഡുകൾ അന്വേഷിക്കാൻ എനിക്ക് താല്പര്യം. കാരണം ഇന്ന് റൊമാൻറ്റിക് എന്ന് നമ്മൾ വിളിക്കുന്ന സിനിമകൾ പലപ്പോഴും സത്യവുമായി യാതൊരു ബന്ധമില്ലാത്ത, ജീവിതവുമായി ഒരു ബന്ധമില്ലാത്ത, അത് ഉപരിപ്ലവമായിട്ടുള്ള ഒരു രസം ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറം വേറൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു റൊമാൻറ്റിക് ഗണത്തിൽ എനിക്ക് പോകാൻ താല്പര്യമില്ല. പക്ഷേ റൊമാൻസ് എന്നുള്ളത് ഈ ജീവിതത്തിൻ്റെ സൗന്ദര്യാത്മകതയെ ആവോളം ഉള്ളിലേക്കെടുക്കാൻ താല്പര്യമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ തീർച്ചയായും